മനുഷ്യരിൽ ഭയം എന്തെന്നറിയാത്ത ഒരു കുട്ടിയാണിവൻ. പറയുന്നത് മറ്റാരുമല്ല, സൂര്യപുത്രൻ വൈകർത്തനൻ കർണനാണിത് പറയുന്നത്. അതെ, ആരുടെ സാമർത്ഥ്യത്തിലാണോ ദുര്യോധനൻ യുദ്ധം ആരംഭിച്ചത്, അതേ ആൾ തന്നെ എതിർവശത്ത് നിൽക്കുന്ന, എതിർ ചേരിയിൽ നിൽക്കുന്ന, തൻ്റെ ഉഗ്രവൈരിയായിട്ട് വിഗ്രഹം മനസ്സിൽ പ്രതിഷ്ഠിച്ച ഗാണ്ഡീവധാരിയായ അർജുനന്റെ മകനെ പറ്റിയാണ് വൈകർത്തനൻ കർണൻ ഇങ്ങനെ പറയുന്നത്. മനുഷ്യരിൽ ഭയം എന്തെന്നറിയാത്ത ഒരു കുട്ടിയാണ് അഭിമന്യു എന്ന്. മഹാഭാരതത്തിൽ ഇത്തരമൊരു റൈവൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം, ആദരവ് കിട്ടിയ 6 മുതൽ 7 മഹാരഥികളോട് ഒരേ സമയം നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്ത 16 വയസ്സുകാരൻ സൗഭദ്രാപുത്രൻ അഭിമന്യുവിനെ പറ്റിയാണ് ഇന്ന് നാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാൻ പോകുന്നത്. ആസ് പെർ ദി റെക്കോർഡ്സ്, ഇതും ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന മഹാഭാരത ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാവും. പറയുവാൻ കാരണം, മഹാഭാരതത്തിന്റെ തമിഴ് വേർഷനിൽ അഭിമന്യുവിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ദിവ്യമായ ധനുസായ രൗദ്രധനുസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബോറിയുടെ ക്രിട്ടിക്കൽ എഡിഷനിൽ ഈ ഒരു ധനുസിനെ ആ ഒരു പേരായിട്ട് വിളിക്കുന്നില്ല. അഭിമന്യുവിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്ന മഹാധനുസ് എന്നാണ് ബോറിയിൽ അതിനെ വിശേഷിപ്പിക്കുന്നത്. രൗദ്രധനുസ് എന്നത് മഹാഭാരതത്തിന്റെ തമിഴ് വേർഷനിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പേരാണ്. ഇതേപോലെ തന്നെ കുറെ ആൾട്ടർനേറ്റീവ് ആൻഡ് ഇന്റർപോളേറ്റഡ് വേർഷൻസ് ഓഫ് മഹാഭാരത നിലവിലുള്ളതുകൊണ്ട് തന്നെ ഏതാണ് ഒത്തന്റിക്കേറ്റ് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കില്ല. ഏതായാലും ജനറൽ ബോഡിയിൽ എല്ലാവരും അംഗീകരിച്ച മോസ്റ്റ് ഒത്തന്റിക് വേർഷൻ ഓഫ് മഹാഭാരത എന്ന് കരുതപ്പെടുന്ന ബോറി ക്രിട്ടിക്കൽ എഡിഷനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അതെ, അഭിമന്യു. മഹാഭാരതത്തിൽ ഗാണ്ഡീവധാരിയായ അർജുനനും കൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയ്ക്കും ഉണ്ടാകുന്ന പുത്രനാണ് അഭിമന്യു. മഹാഭാരതത്തിൽ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ മഹാരഥൻ എന്ന് പറയുന്ന ആ ഒരു പട്ടം കിട്ടിയ ഒരു ഏക വ്യക്തിയും നമ്മുടെ ഈ അഭിമന്യു തന്നെയാണ്. ഭഗവാൻ കൃഷ്ണന്റെയും ശേഷനാഗമായ ബലറാമന്റെയും അനന്തരവനാണ് ഈ അഭിമന്യു. അഭിമന്യുവിന്റെ ബാല്യകാലത്ത് പിതൃസ്നേഹം അല്പം പോലും അദ്ദേഹത്തിന് അനുഭവിക്കുവാനായിട്ടില്ല. കാരണം ആ ടൈമിൽ നമ്മുടെ പാണ്ഡവർ അജ്ഞാതവാസം സ്വീകരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അർജുനനേക്കാൾ കൂടുതൽ അഭിമന്യുവിനെ പരിശീലിപ്പിച്ചതും അസ്ത്രശസ്ത്ര നോളജ് എല്ലാം കൈമാറിയതും സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയായിരുന്നു. എന്നിരുന്നാൽ കൂടി അഭിമന്യുവിന്റെ വിധിയെ തന്നെ മാറ്റിമറിച്ച ആ ഒരു ചക്രവ്യൂഹ നോളജ്, അതെ, ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാനുള്ള ആ ഒരു നോളജ്, അത് അർജുനന്റെ കയ്യിൽ നിന്നുമാണ് ലഭിച്ചത്. എന്നാൽ അത് ഗർഭസ്ഥ ശിശുവായിരുന്ന അഭിമന്യു സുഭദ്രയുടെ ഉദരത്തിലിരിക്കുന്ന സമയത്ത് അഭിമന്യുവിനോടല്ല, മറിച്ച് സുഭദ്രയോട് അർജുനൻ ചക്രവ്യൂഹത്തെ പറ്റി വിവരിക്കുമ്പോൾ അതിൽ കയറുന്ന ഭാഗം മാത്രമേ അഭിമന്യു കേൾക്കുവാനിടയായുള്ളൂ. കാരണം ആ ജ്ഞാനം തുടർന്നപ്പോഴേക്കും സുഭദ്ര നിദ്രയിലാണ്ടുപോയി. അതുകൊണ്ട് തന്നെ ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുവാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനം അർജുനനിൽ നിന്നും സുഭദ്രയ്ക്ക് കിട്ടി. എന്നാൽ അത് കഴിഞ്ഞുള്ള, അതിൽ നിന്ന് എങ്ങനെ ഇറങ്ങണമെന്നുള്ള ആ ഒരു ജ്ഞാനം അഭിമന്യുവിന് കിട്ടിയില്ല. ഇതുകൂടാതെ തന്നെ നമ്മുടെ അഭിമന്യുവിന്റെ ജന്മരഹസ്യത്തെ പറ്റി പറയുന്ന മറ്റൊരു കഥ കൂടെയുണ്ട്. അഭിമന്യു ചന്ദ്രദേവന്റെ മകനായിട്ടുള്ള വർച്ചസ് എന്ന ദേവന്റെ എർത്തലി ഇൻകാർണേഷനാണ്. അതായത് അദ്ദേഹത്തിന്റെ അവതാരം. ജനിച്ചപ്പോൾ തന്നെ 16 വർഷം മാത്രമേ താൻ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയിൽ അല്ലെങ്കിൽ കണ്ടീഷൻ, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ആ ഒരു രീതിയിൽ അഭിമന്യുവിന്റെ ശരീരത്തിൽ വർച്ചസ് വരികയും അങ്ങനെ 16 കൊല്ലം, കൃത്യമായിട്ടുള്ള 16 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അദ്ദേഹം ആ 16 കൊല്ലം അഭിമന്യുവായി ജീവിച്ചുവെന്ന് കരുതിപ്പോരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മഹാഭാരതത്തിലെ വൺ ഓഫ് ദി ടോപ്പ് നോട്ട്സ്, അൺപാരൽഡ്, അതുല്യമായ യോദ്ധാക്കളിൽ ഒരാൾ തന്നെയാണ് അഭിമന്യു. മഹാഭാരതത്തിന്റെ ഏത് ടോപ്പ് 10 റാങ്കിങ് എടുത്താലും ഉറപ്പായിട്ടും ആദ്യ 10ൽ സ്ഥാനം പിടിക്കുന്ന ഒരു ഒന്നൊന്നര യോദ്ധാവാണ് ഈ 16 വയസ്സുകാരൻ. എന്തിനേറെ പറയുന്നു, മഹാഭാരതത്തിൽ മഹാമയനായിട്ടുള്ള ഭീഷ്മർ, കൗരവരുടെ ആ ഒരു വടവൃക്ഷമായിട്ടുള്ള ഭീഷ്മർ, ഹസ്തിനാപുരത്തിന്റെ കോട്ടയായിട്ടുള്ള ഭീഷ്മരുടെ കൊടി ആദ്യമായി ഒടിച്ചത് അല്ലെങ്കിൽ രഥത്തിലുള്ള ആ കൊടി ആദ്യമായിട്ട് മുറിച്ചിട്ടത് ഈ 16 വയസ്സുകാരനാണ്. നമുക്കറിയാം, മഹാഭാരതത്തിൽ ഭീഷ്മർക്ക് അൺപാരൽഡ് ആയിട്ട് നിൽക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ടൈമിൽ അദ്ദേഹം യുദ്ധം ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു രഥത്തിലെ കൊടി അടയാളം കാണുമ്പോൾ തന്നെ സാഷ്ടാംഗം വന്ന് പ്രണമിക്കുകയായിരുന്നു എല്ലാ ശത്രുക്കളും. അത്തരം ഒരു യോദ്ധാവിൻ്റെ, അത്തരം ഒരു മഹാരഥൻ്റെ
രഥത്തിലെ കൊടി മുറിച്ചിടുക എന്ന് പറയുന്നത് അത്തരം സാധാരണ ഒരു യോദ്ധാക്കൾക്ക് പറ്റിയ ഒരു കാര്യമല്ല. എന്തിനേറെ പറയുന്നു, പാണ്ഡവർക്ക് പോലും അത് ആദ്യ ദിവസങ്ങളിൽ പറ്റിയിരുന്നില്ല. മഹാഭാരതത്തിൽ എൻറ്റയർലി എടുത്തു നോക്കുകയാണെങ്കിൽ 4 പേരെ മഹാമയൻ ഭീഷ്മരുടെ രഥത്തിലെ കൊടി മുറിച്ചിട്ടുള്ളൂ. ഒന്നിപ്പോൾ പറഞ്ഞ പോലെ മഹാരഥനായ അഭിമന്യു, പിന്നെ രണ്ടാമത്തെ ആൾ നിങ്ങൾ ഊഹിച്ചു കാണും, അഭിമന്യുവിൻ്റെ അച്ഛനായിട്ടുള്ള അർജുനൻ, ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനൻ. മഹാഭാരതത്തിൽ ഭീഷ്മരുടെ കൊടി ഏറ്റവും കൂടുതൽ തവണ മുറിച്ചിട്ടതും അർജുനൻ തന്നെയാണ്. മൂന്നാമത്തെ മഹാബലശാലിയായിട്ടുള്ള ഭീമസേനനാണ്. അതെ, പാണ്ഡവപക്ഷത്തിൽ ഗാണ്ഡീവധാരിയായ അർജുനന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഭീമസേനനായ വൃഗോദരനാണ് മൂന്നാമത്തെ ആൾ. നാലാമത്തെ ആൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. കാരണം മഹാഭാരതത്തിലെ എല്ലാ സീരിയൽ അഡാപ്റ്റേഷൻസും, എല്ലാ ആൾട്ടർനേറ്റീവ് ലെജൻസും, അല്ലെങ്കിൽ എടുത്തു പറയാൻ തക്ക എല്ലാ നോവൽസും മനഃപൂർവ്വം അണ്ടർ റേറ്റഡ് ആയിട്ട് കളഞ്ഞിരുന്ന ഒരു യോദ്ധാവ് സാത്യകി. അതെ, സാത്യകിയാണ് ഭീഷ്മരുടെ കൊടിയടയാളം മുറിച്ച 4ാമത്തെ യോദ്ധാവ്. തികച്ചും ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ഈ 4 പേരെയാണ് കറക്റ്റായിട്ട് പരാമർശിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ അഭിമന്യു, തുടർന്നുള്ള ദിവസങ്ങളിൽ അർജുനൻ, അത് കഴിഞ്ഞ് ഭീമസേനൻ, അതും കഴിഞ്ഞ് സാത്യകി. ഈ 4 യോദ്ധാക്കളാണ് മഹാമയനായ ഭീഷ്മരുടെ ആ ഒരു കൊടി ആക്രമിച്ചതും കൊടിയടയാളം മുറിച്ചിട്ടതും. അന്നത്തെ കാലത്ത് ഒരു യോദ്ധാവിൻ്റെ ഒരു മെയിൻ പ്രൈഡ്, അതിൻ്റെ ആ ഒരു അന്തസ് തന്നെയാണ് ഈ രഥവും അതിലെ ആ ഒരു കൊടിയും ആ ഒരു അടയാളവും. ആ കൊടി മുറിച്ചിടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നല്ല. കാരണം ഒരു യോദ്ധാവിനെ സംരക്ഷിക്കുവാനായിട്ട് ചുറ്റും സബ് ലെവലിലുള്ള കുറേ യോദ്ധാക്കളുണ്ട്, അവരെയും സംരക്ഷിക്കാനായിട്ട് വേറെ യോദ്ധാക്കളുമുണ്ട്. സോ നമ്മുടെ ഭീഷ്മരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൗരവപ്പട. അന്ന് ലോകം അല്ലെങ്കിൽ അന്ന് ആര്യവർത്തം കണ്ടതിൽ ഏറ്റവും സർവ്വശ്രേഷ്ഠനായിട്ടുള്ള ഒരു സൈന്യാധിപനാണ് മഹാമയൻ ഭീഷ്മർ. മഹാമയൻ ഭീഷ്മരനോട് തുല്യനായിട്ടുള്ള ഒരു യോദ്ധാവ് ഇല്ലെന്ന് തന്നെ പറയാം. അത്തരമൊരു യോദ്ധാവ്, അത്രയും സറൗണ്ടഡ് ബൈ മെനി മഹാരഥന്മാരുണ്ട്, അതിൻ്റെ രീതിയിൽ അർത്ഥരഥികളുണ്ട്, രഥികളുണ്ട്, ഇവരെല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിട്ട് കൂടി മഹാമയൻ ഭീഷ്മരുടെ കൊടിയടയാളം അല്ലെങ്കിൽ കൊടി മുറിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത്തരമൊരു യോദ്ധാവിൻ്റെ കൊടി ആദ്യം മുറിച്ചത് ഈ 16 വയസ്സുകാരൻ തന്നെയാണ്. സോ ഈ ഒരു കാര്യം മാത്രം മതി അഭിമന്യുവിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ. ഈ കൊടിയടയാളം മുറിച്ചു കഴിഞ്ഞപ്പോൾ മഹാമയനായ ഭീഷ്മർ അഭിമന്യുവിനെ പ്രശംസിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഏർലി ഇൻ ദ വാർ, ഡേ 2 or 3, അഭിമന്യു കട്ട്സ് ഡൗൺ ഹിസ് ഭീഷ്മാസ് ഫ്ലാഗ്. അതിൽ ഭീഷ്മരുടെ റിയാക്ഷൻ എങ്ങനെയായിട്ടാണ് പറയുന്നത്? ഭീഷ്മ ഈസ് സർപ്രൈസ്ഡ് ആൻഡ് സ്മൈൽസ് വിത്ത് അപ്രൂവൽ. അതെ, തൻ്റെ പൗത്രനാണല്ലോ, താനിപ്പോൾ എതിരെ നിന്നാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ആ ഒരു രക്തം തന്നെയാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം ഭീഷ്മരുടെ മുഖത്തുണ്ടായിരുന്നു എന്നാണ് ആ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ കൃത്യമായി പറയുന്നത്. ഭീഷ്മർ അതേ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഹീ ഈസ് ട്രൂലി അർജുനാസ് സൺ, വർത്തി ഓഫ് ഹിസ് ഫാദേഴ്സ് ഫെയിം. അതെ, ഇവൻ അർജുനന്റെ മകൻ തന്നെയാണ്, അച്ഛൻ്റെ പ്രശസ്തിക്ക് എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു യോദ്ധാവാണ് അഭിമന്യു എന്നാണ് മഹാമയൻ ഭീഷ്മർ അഭിമന്യുവിനെ പറ്റി പറയുന്നത്. ഇത് ചുമ്മാ ഒന്നും പറയുന്നൊന്നുമല്ല. ഭീഷ്മർ ഒരാളെ പ്രശംസിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു റീസൺ വേണം. കാരണം ഭീഷ്മറുടെ അപ്രൂവൽ കിട്ടിയാൽ പിന്നെ വേറൊന്നുമില്ല. പുള്ളി ഫൈനൽ ബോസ് ആണ് അന്നത്തെ. പുള്ളിയുടെ മണ്ടയിൽ അന്നൊരു യോദ്ധാവിൻ്റെ ഒരു വാക്ക് വേണ്ട, ഒരു ഫൈനൽ ജഡ്ജ് എന്നൊക്കെ പറയാമല്ലോ. അത്തരം ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയെങ്കിൽ കൂടി നിങ്ങൾ ഒരു ഉത്തമ പോരാളിയാണെന്ന് തന്നെ അർത്ഥം. സോ 16 വയസ്സിൽ ഇത്തരമൊരു ഏറ്റവും ഗ്രാൻഡ് സയർ എന്ന് പറയാം, കമാൻഡർ ഇൻ ചീഫ്, ഗ്രാൻഡ് സയർ, ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന പിനക്കിൾ ലെവൽ ഓഫ് വാരിയർ പറയുന്ന ആ ഒരു വേർഡ് ഉണ്ട്: ഹീ ഈസ് ട്രൂലി അർജുനാസ് സൺ, വർത്തി ഓഫ് ഹിസ് ഫാദേഴ്സ് ഫെയിം എന്ന്. അത്തരം ഒരു റൈവൽ റെസ്പെക്റ്റ് കിട്ടിയ ഒരാളായിരുന്നു അഭിമന്യു. അതുകൂടാതെ തന്നെ ഇനിയും റൈവൽസ് ആയിട്ടുള്ള കുറേ പേര്, നമ്മൾ ആദ്യം വൈകർത്തനൻ കർണൻ പറഞ്ഞ കാര്യം ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ദ്രോണർ ഉൾപ്പെടെ അഭിമന്യുവിനെ പ്രശംസിക്കുന്ന നിമിഷങ്ങളുണ്ട്. ദ്രോണർ പറയുന്ന 2 തരത്തിലാന്ന് കൂടിയുണ്ട്. ഒന്ന് ചക്രവ്യൂഹം നിർമ്മാണ സമയത്തും 2 ചക്രവ്യൂഹത്തിനകത്തും. അതിലാദ്യം നിർമ്മാണ സമയത്തെ കാര്യങ്ങൾ പറയാം.
ഡ്യൂറിങ് ദ ഡിസ്കഷൻ ഓഫ് ബ്രീച്ചിങ് ദ ചക്രവ്യൂഹ, അതായത് ചക്രവ്യൂഹം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ദ്രോണാചാര്യരെ അവിടെ പ്ലാൻ ചെയ്തത് മെയിൻലി അഭിമന്യുവിനെ ട്രാപ്പിലാക്കാൻ അല്ലായിരുന്നു, യുധിഷ്ഠിരനെ എങ്ങനെയെങ്കിലും കീഴടക്കി അങ്ങനെ ആകുമ്പോൾ, അതായത് അർജുനനെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ യുധിഷ്ഠിരനെ പെട്ടെന്ന് നമുക്ക് കീഴടക്കാം. ഭീമനെ കൊണ്ടൊന്നും ചക്രവ്യൂഹം ഒരിക്കലും ഭേദിക്കാൻ കഴിയില്ലെന്ന് ദ്രോണർക്ക് അറിയാമായിരുന്നു. സോ യുധിഷ്ഠിരനെ എങ്ങനെയെങ്കിലും പിടിച്ചടക്കുകയാണെങ്കിൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്നുള്ളൊരു മാസ്റ്റർ മൈൻഡ്. ഒന്നാമത് ദ്രോണാചാര്യൻ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിസ്റ്റിക്കാണ്, ഒരു ഉത്തമ പോരാളിയാണ്, മാസ്റ്റർ ഇൻ ആർച്ചറിയാണ്, അസ്ത്രശസ്ത്രങ്ങളെല്ലാം അറിയാവുന്ന ഒരു ഒന്നൊന്നര വാരിയർ തന്നെയാണ് നമ്മുടെ ദ്രോണാചാര്യ. പക്ഷേ പുള്ളി ഒരു സ്ട്രാറ്റജിസ്റ്റ് കൂടിയായിരുന്നു. അർജുനനെ മാറ്റി നിർത്തിയാലോ നമുക്ക് യുധിഷ്ഠിരനെ ഒന്ന് തൊടുവാനെങ്കിലും പറ്റുള്ളൂ. സോ യുധിഷ്ഠിരനെ തൊടണമെങ്കിൽ ഭീമൻ എന്ന് പറയുന്ന ഒരു വലിയ മതിലുണ്ടല്ലോ, ഭീമന് തകർക്കാൻ പറ്റാത്തൊരു വ്യൂഹം തന്നെ നിർമ്മിക്കണം. സോ അതിനായിട്ടുണ്ടാക്കിയതായിരുന്നു ഈ ചക്രവ്യൂഹം. അപ്പോൾ ആ ഒരു പ്ലാനിങ് സമയത്ത് നമ്മുടെ ദ്രോണാചാര്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, നൺ ബട്ട് അർജുന, കൃഷ്ണ ഓർ അഭിമന്യു ക്യാൻ പിയേഴ്സ് ദിസ് ഫോർമേഷൻ. അതായത് അർജുനനെ കൊണ്ടോ കൃഷ്ണനെ കൊണ്ടോ അല്ലെങ്കിൽ അഭിമന്യുവും, ഈ 3 പേരും ഒഴിച്ച് ബാക്കി ആർക്കും തന്നെ ഈ ഒരു വ്യൂഹത്തെ തകർക്കുവാൻ കഴിയില്ല എന്ന്. ഇതിൽ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും കാര്യം പോട്ടെന്ന് വെക്കാം, കാരണം ഓൾറെഡി സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു വാരിയറാണ്, അൺപാരലൽഡ് ആണ്. ബട്ട് ആചാര്യന്മാരുടെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യർ ഈ 16 വയസ്സുകാരൻ അഭിമന്യുവിനെ പറ്റി ഇത്രയും നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ചക്രവ്യൂഹം ഭേദിക്കുവാനുള്ള ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയെടുത്തത്. ഇത് ദ്രോണാചാര്യരുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു പവറും ഇമ്പാക്റ്റും ഒക്കെ കൂടുക തന്നെ ചെയ്യും. ഇത് കൂടാതെ ഇനി ചക്രവ്യൂഹം നിർമ്മിച്ചു കഴിഞ്ഞ് ആകെ അഭിമന്യു മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. കൃഷ്ണനും അർജുനനും വേറൊരു സൈഡിലാണ് യുദ്ധത്തിൻ്റെ. സോ ആ ഒരു ടൈമിൽ ആ ഒരു ചക്രവ്യൂഹം ഭേദിക്കുവാൻ ഇപ്പോൾ അഭിമന്യു മാത്രമേ നിലവിലുള്ളൂ. അഭിമന്യു ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ കയറുന്ന ടൈമിലും ദ്രോണാചാര്യർ ഒരു കാര്യം പറയുന്നുണ്ട്. അത് എക്സാക്ട്ലി ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്. ദ്രോണാചാര്യർ തല താഴ്ത്തിക്കൊണ്ട് കർണനോട് പറഞ്ഞു, കർണ, നീ അവൻ്റെ പുറകിൽ പോയി അവൻ്റെ വില്ല് മുറിക്കുക. അവൻ്റെ കയ്യിൽ വില്ലുള്ളത്ര നാൾ നമുക്കവനെ തൊടുവാൻ പോലും കഴിയില്ല എന്ന്. അതുകൂടാതെ തന്നെ കൃതവർമാവിനോട് അഭിമന്യുവിൻ്റെ കുതിരകളെ ആക്രമിക്കുവാനും അശ്വത്ഥാമാവിനോട് അഭിമന്യുവിൻ്റെ സാരഥീനെ ആക്രമിക്കുവാനും ഞാനും, അതായത് ദ്രോണരും കൃപരും ഫ്രണ്ടിൽ നിന്ന്, ദുര്യോധനൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള മഹാരഥികളെല്ലാം, ശാല്യർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഫ്രണ്ടിൽ നിന്ന് അഭിമന്യുവിനെ അറ്റാക്ക് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇതിലൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അഭിമന്യുവിൻ്റെ കയ്യിൽ വില്ലുള്ളത്ര നാൾ അദ്ദേഹത്തിനെ വധിക്കുക അസംഭവ്യമെന്ന്. സോ ഈ ഒരു ടൈമിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് എല്ലാവരും പറയും കുറേ ഡിവൈൻ ആൻഡ് സെലസ്റ്റിയൽ വെപ്പൺസ് ഉള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഫോർ എക്സാമ്പിൾ അർജുനൻ്റെ കയ്യിൽ നമ്മുടെ ഗാന്ധീവം ഉണ്ടായിരുന്നു, കർണൻ്റെ കയ്യിൽ വിജയധനുസ് എന്ന് പറയുന്ന ഡിവൈൻ വെപ്പൺസ് ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ബട്ട് ഈ അഭിമന്യുവിൻ്റെ കയ്യിൽ രൗദ്രധനുസ് എന്ന് പറയുന്ന ഒരു ധനുസ് ശിവനാൽ ബലരാമന് കൊടുക്കപ്പെട്ട് ബലരാമനാൽ അഭിമന്യുവിന് കൈമാറ്റം വന്നെന്ന് പറയുന്ന ആ ഒരു ധനുസിൻ്റെ കാര്യം ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ പറയുന്നില്ല. ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ അങ്ങനത്തെ ഒരു ധനുസ് ഉപയോഗിച്ചതായി അഭിമന്യുവിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ബൗ അല്ലെങ്കിൽ വില്ല് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്, പേര് സ്പെസിഫിക്കലി പറയുന്നില്ല. സോ അതെന്തോ ആയിക്കോട്ടെ. സോ സാധാരണ ഒരു വില്ലാണെങ്കിൽ കൂടി മഹാമയനായിട്ടുള്ള ഭീഷ്മർക്ക് ശേഷം ഏറ്റവും അതുല്യനായിട്ടുള്ള യോദ്ധാവായിട്ടുള്ള ദ്രോണർ തന്നെ ഇങ്ങനെ തല താഴ്ത്തി പറയുകയാണ് 16 വയസ്സുള്ള ഒരു പയ്യനെ കൊല്ലുവാൻ കർണനോട് പിന്നിൽ നിന്ന് അവൻ്റെ വില്ല് മുറിച്ചിടുവാൻ. ഇതിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ പറയുന്നത് എടുത്തെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ കർണനും അഭിമന്യുവുമായിട്ടുള്ള ഒരു ഡ്യുവൽ വരുന്നുണ്ട്, ഒരു 1-on-1 കോമ്പാക്ട് ബാറ്റിൽ. അതിൽ നമ്മുടെ കർണൻ്റെ വില്ല് മുറിച്ച് അദ്ദേഹത്തിനെ റിട്രീറ്റിന് വേണ്ടി ഫോഴ്സ് ചെയ്യിപ്പിച്ച ഒരു യോദ്ധാവാണ് അഭിമന്യു. സോ മഹാരഥനായിട്ടുള്ള കർണനെ ഒരു 1-on-1 ബാറ്റിൽ അഭിമന്യു തോപ്പിക്കുന്നു എന്നാണ് ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. ഡിഫീറ്റഡ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ടു റിട്രീറ്റ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന തരത്തിലായിരുന്നു അഭിമന്യുവിൻ്റെ പ്രകടനം എന്നാണ് ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. ക്രിട്ടിക്കൽ എഡിഷൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഓഫൺ ഫെയിൽസ് കർണ ഓഫൺ ഫെയിൽസ് ടു ഡിഫീറ്റ് ഹിം എലോൺ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദ്രോണരുമായിട്ടും 1-on-1 ബാറ്റിൽ വന്നിട്ടുണ്ട് അഭിമന്യു. പക്ഷേ ദ്രോണരെ ഇതുവരെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ക്രിട്ടിക്കൽ എഡിഷനിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. കർണനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ദ്രോണരെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ദ്രോണറിനെ ഒരു തവണ ഓവർ പവർ ആക്കി എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ യുദ്ധത്തിൻ്റെ അവസാന യുദ്ധത്തിൽ കർണൻ അർജുനനെ ഒരു തവണ ഓവർ പവർ ചെയ്തെന്ന് പറയല്ലേ, അതുപോലെ ഒരു ടൈമിൽ അഭിമന്യു ദ്രോണരെ ഓവർ പവർ ചെയ്തു, പക്ഷെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. എന്നിരുന്നാൽ കൂടി തൻ്റെ പിതാവിൻ്റെ ഗുരുവിനെ ഓവർ പവർ ചെയ്യുവാൻ മാത്രം 16 വയസ്സുകാരന് സാധിക്കുമെങ്കിൽ അയാൾ ഒരു ചില്ലറ യോദ്ധാവല്ല എന്ന് വ്യക്തമാണ്. ഇനി എന്തിനേറെ പറയുന്നു,
വാസുദേവൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ വാസുദേവൻ ശ്രീകൃഷ്ണൻ അഭിമന്യുവിൻ്റെ മരണത്തെപ്പറ്റി പറയുന്നത് കുറേ സീരിയൽസും കുറേ ആൾട്ടർനേറ്റീവ് ഇൻ്റർപ്രേഷൻസും ഒക്കെ വളരെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. കാരണം കൃഷ്ണൻ ഇങ്ങനെ കരയുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇമോഷണലി കണക്റ്റ് ആക്കാൻ വേണ്ടിയായിരിക്കും. ബട്ട് ആ ഒരു ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറയുന്ന മഹാഭാരതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൃഷ്ണ ഡസ് നോട്ട് വീപ്പ് ബട്ട് സെയ്സ് ഹിസ് ഡെത്ത് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഹീറോ ആൻഡ് ഹി വിൽ ബി ഇമോർട്ടലൈസ്ഡ്. ഈവൻ ദ ഗോഡ്സ് വിൽ സിങ് ഓഫ് അഭിമന്യൂസ് വാലർ. അതായത് ദേവന്മാർ പോലും ഇവൻ്റെ വീര്യതയെ, പോരാട്ട വീര്യത്തെ വാഴ്ത്തിപ്പാടുമെന്നാണ് കൃഷ്ണൻ അഭിമന്യുവിൻ്റെ മരണസമയത്ത് പറയുന്നതെന്നാണ് ബോറിയിൽ പറയുന്നത്. മഹാഭാരതത്തിൻ്റെ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് വേർഷൻസ് ഞാൻ പറഞ്ഞല്ലോ. തമിഴ് മഹാഭാരതത്തിൽ കുറേ ആൾട്ടർനേറ്റീവ് വേർഷൻസ് ഒക്കെ നിലവിലുണ്ട്. അതിൽ ഒരു സ്പെസിഫിക് കഥ, അല്ലെങ്കിൽ നമ്മുടെ ബോറിയിൽ ചക്രവ്യൂഹത്തിനുള്ളിൽ വെച്ചാണ് ലക്ഷ്മണകുമാരൻ, ദുര്യോധനൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണകുമാരനുമായിട്ട് ഒരു ഡ്യുവൽ അഭിമന്യു വരുന്നത്. എന്നാൽ യുദ്ധത്തിൻ്റെ 13-ാം ദിവസത്തിന് മുമ്പ്, അതായത് ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് ലക്ഷ്മണകുമാരനുമായിട്ട് നമ്മുടെ അഭിമന്യു ഡ്യുവൽ വരുന്നതെന്നാണ് തമിഴ് മഹാഭാരതം പറയുന്നത്. എന്നിരുന്നാൽ കൂടി അതായിരുന്നു അഭിമന്യുവിൻ്റെ 1-on-1 ബാറ്റിൽസിലെ ഏറ്റവും പ്രാധാന്യമേറിയ ആ ഒരു ബാറ്റിൽ. ഇതിലെടുത്തു പറയേണ്ട ഒരാളുടെ കൂടെ കാര്യമുണ്ട്, നമ്മുടെ ലക്ഷ്മണകുമാരൻ. അദ്ദേഹത്തെ പറ്റി ഒരു പ്രത്യേകതരം വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഒരു വാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ലക്ഷ്മണകുമാരനും നമ്മുടെ അഭിമന്യുവും ഇൻവിൻസിബിൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ബാക്കി നിന്ന എല്ലാ മഹാരഥന്മാരും ഇവരുടെ യുദ്ധം നോക്കി കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതിൽ അർജുനനും കർണനും പെടും കേട്ടോ. സോ അതാണ് അവിടെ ഒരു ഇൻ്റർപൊളേറ്റഡ് ആയിട്ടുള്ള കഥകൾ ഉൾപ്പെടുന്നത്. അതായത് അർജുൻ ആ ടൈമിൽ ചക്രവ്യൂഹത്തിനാണ് ഉറപ്പായിട്ടും കാണാൻ സാധ്യതയില്ല. ചില വേർഷനിൽ അർജുൻ ഇത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ബട്ട് ആ ടൈമിൽ ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ വെച്ചല്ല ലക്ഷ്മണകുമാരനുമായിട്ടുള്ള ഒരു ഫൈറ്റ്. സോ അതെന്തിരുന്നു ആയിക്കോട്ടെ. സോ ആ ഒരു ഫൈറ്റ് ഏതായാലും വേറെ ഡിവൈൻ രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും തുല്യന്മാരായി പോരാടി എന്ന് പറയുന്നുണ്ട്. ബട്ട് അവസാനം അഭിമന്യുവിന് സ്റ്റാമിന, അല്ലെങ്കിൽ യുദ്ധ ദൈർഘ്യം കൊണ്ടുപോകുന്നതിൽ ലക്ഷ്മണകുമാരൻ പരാജയപ്പെട്ടു. സോ അഭിമന്യു പോലെയുള്ള ഒരു മഹാരഥനോട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞ ലക്ഷ്മണകുമാരനും ചില്ലറക്കാരനായിരുന്നില്ല. അതുകൂടാതെ തന്നെ കോസല രാജാവിനെ, അതായത് ബൃഹദ്ബലൻ എന്ന് പറയുന്ന കോസല രാജ്യത്തെ രാജാവിനെ വധിച്ചത് നമ്മുടെ അഭിമന്യുവാണ്. കർണന്റെ 6 മന്ത്രിമാരും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളെയും വധിച്ചത് ഇതേ അഭിമന്യു തന്നെയാണ്. ശാല്യ മഹാരാജാവിൻ്റെ, അതായത് നമുക്കറിയാലോ ശല്യരുടെ കഥയൊക്കെ നമുക്കറിയാം, ആ ശാല്യ മഹാരാജാവിൻ്റെ മക്കളെ വധിച്ചതും ഈ അഭിമന്യു തന്നെയാണ്. ഇങ്ങനെ വധിച്ച് അവർക്കൊരു തലവേദന ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ചക്രവ്യൂഹം മിസ്ഇൻ്റർപൊളേറ്റ് ചെയ്ത് വന്നെങ്കിലും അഭിമന്യുവിൻ്റെ ഡെത്തിന് കാരണമാക്കി എന്ന് തന്നെ പറയാം. അതായത് യുധിഷ്ഠിരനെ പിടിക്കുവാനാണ് ഇവർ മെയിൻലി പ്ലാൻ ചെയ്തത്. പക്ഷേ അഭിമന്യുവിൻ്റെ ഡെത്തായിരുന്നു അവിടെ അനിവാര്യമായി വിധി കൽപ്പിക്കപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മുടെ ഈ കർണികാരം വിധിച്ച്, അതായിരുന്നു നമ്മുടെ അഭിമന്യുവിൻ്റെ കൊടിയടയാളം എന്ന് പറയുന്ന സുവർണ്ണ കളറിലുള്ള കർണികാരം വിധിച്ച ഇലകളായിരുന്നു അഭിമന്യുവിൻ്റെ കൊടിയടയാളം എന്നാണ് പറയുന്നത്. സോ ആ ഒരു രഥം ചക്രവ്യൂഹത്തിൻ്റെ 7 ലെയറിനെ ഭേദിച്ച് അകത്ത് കയറിയപ്പോൾ ഫ്രണ്ടിൽ കാണുന്നു 7 മഹാരഥികൾ. ദ്രോണർ, കർണൻ, ദുര്യോധനൻ, ശാല്യൻ, അശ്വത്ഥാമാവ്, കൃപാചാര്യർ, കൃതവർമാവ്, അല്ലാതെ ബാക്കിയുള്ള ദുശാസനൻ പോലുള്ള കൗരവർ, ഇവരെല്ലാം ഇങ്ങനെ ഫ്രണ്ട് നിൽക്കുകയാണ്. അതും ബാക്കിയുള്ളവർ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറക്കാരൊന്നുമല്ല, ടോപ്പ് ടയർ വാരിയേഴ്സ് തന്നെയാണ്. 6 to 7 മഹാരഥന്മാരും ബാക്കിയുള്ളവരെല്ലാം മഹായോദ്ധാക്കളുമാണ്. ഇത്രയും യോദ്ധാക്കളുടെ ഇടയിലേക്ക് ഒരു സിംഹത്തെ പോലെയാണ് നമ്മുടെ അഭിമന്യു കടന്നങ്ങ് ചെല്ലുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ദ്രോണർ പോലും പറഞ്ഞത് 1000 അർജുനന്മാർ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് വില്ല് കയ്യിലേന്തിയ അഭിമന്യു യുദ്ധം ചെയ്യുന്നതെന്ന്. കാരണം അർജുനൻ്റെ പവർ ഓൾറെഡി നമ്മുടെ ദ്രോണർക്ക് അറിയാലോ. സോ ആ ദ്രോണർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ പ്രൈസിങ് ആയിട്ടുള്ള, അതായത് സ്തുതി പാടുന്ന തരത്തിലാണ് ദ്രോണരും ഭീഷ്മരും കർണൻ ഉൾപ്പെടെയുള്ളവർ അഭിമന്യുവിനെ പറ്റി പറയുന്നതെന്ന് ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത്രയ്ക്കും പ്രശംസാ യോഗ്യനായിട്ടുള്ള ഒരു യോദ്ധാവ് തന്നെയായിരുന്നു അഭിമന്യു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്രിട്ടിക്കൽ എഡിഷനിൽ അഭിമന്യുവിന് നോളജബിൾ ആയിട്ടുള്ള അസ്ത്രവിദ്യയിൽ പ്രാവീണ്യം കുറവായിരുന്നു എന്നാണ്. അതായത് ധനുർവിദ്യയിൽ അദ്ദേഹം കേവന തന്നെയായിരുന്നു, അർജുനനോട് തുല്യമെന്നാണ് ദ്രോണർ പോലും പറയുന്നത്. ബട്ട് അസ്ത്രങ്ങൾ, അതായത് ദിവ്യാസ്ത്രങ്ങളുടെ ഗണത്തിൽ അദ്ദേഹം വളരെ ലോ തന്നെയായിരുന്നു. അതായത് ഒട്ടു കുറേ അർജുനനൊക്കെ, അല്ലെങ്കിൽ അർജുനനും കർണനും അറിയാവുന്ന തരത്തിലുള്ള മഹാദിവ്യാസ്ത്രങ്ങളൊന്നും നമ്മുടെ അഭിമന്യുവിന് അറിവില്ലായിരുന്നു. ധനുർവേദത്തിൽ അർജുനനോട് തുല്യമായിരുന്നെങ്കിലും അസ്ത്ര നോളജിൽ അഭിമന്യു പുറകിലായിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. സോ ഇതേ അസ്ത്ര നോളജ് ഒന്നും ഇല്ലാതെ അലംബുഷൻ എന്ന് പറയുന്ന രാക്ഷസനോട് അഭിമന്യു യുദ്ധം ചെയ്ത കാര്യങ്ങളും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. മഹാഭാരതം നോട്ടബിളി ഒന്നും നമ്മളൊന്ന് വായിച്ച് നോക്കി കഴിയുമ്പോൾ, അതായത് ഓരോരോ ലെജൻസും ആൾട്ടർനേറ്റീവ് കഥകളും ഒഴിവാക്കി വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യം തന്നെയാണ് ഈ അഭിമന്യുവിൻ്റെ ആ ഒരു വാലർ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ആ ഒരു
പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു മിനി വേർഷൻ ഓഫ് ഭീഷ്മ തന്നെയായിരുന്നു വ്യക്തമായി തന്നെ പറയാൻ. കാരണം എല്ലാ രീതിയിലും, അതായത് അക്കാഡമിക്കൽ നോളജ് ആയിരുന്നെങ്കിൽ കൃഷ്ണനാണ് പഠിപ്പിക്കുന്നത്. അതായത് ഭൂമണ്ഡലത്തിൻ്റെ സർവ്വശ്രേഷ്ഠ ഗുരുവായിട്ടുള്ള വാസുദേവൻ ശ്രീകൃഷ്ണസ്വാമി തന്നെയാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ മെയിൻ ഗുരു. കൂടാതെ നമ്മുടെ ബലരാമനും, മഹാബലശാലിയായ ബലരാമൻ, വാസുദേവൻ ശ്രീകൃഷ്ണനും, അൺപാരൽഡ് ആർച്ചറി സ്കിൽസ് ഉള്ള പിതാവായ ഗാണ്ഡീവധാരിയായ അർജുനനും, കൂടാതെ കൃഷ്ണൻ്റെ മകനുമായിട്ടുള്ള പ്രദ്യുമ്നനുമാണ്. ഈ പ്രദ്യുമ്നൻ്റെ കഥയൊക്കെ വേറെ ആയിട്ട് നമുക്ക് പറയണം. കാരണം കുറേ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അദ്ദേഹം ഒരു മികച്ച യോദ്ധാവ് തന്നെയായിരുന്നു. ഇവർ 4 പേരുമാണ് ഗുരുക്കന്മാർ. സോ എ സീരീസ് ഓഫ് ഗുരുക്കർ നമ്മുടെ അഭിമന്യുവിനുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതും കൂടാതെ നമ്മുടെ മഹാഭാരതത്തിൽ ഭീഷ്മർക്ക് നേരെ നമ്മുടെ വാസുദേവൻ ശ്രീകൃഷ്ണസ്വാമി രഥചക്രം ഉപയോഗിച്ച് ഭീഷ്മരെ വധിക്കുമെന്ന് പറഞ്ഞ കുറേ ഡെപ്പിക്ഷൻ ഓഫ് പെയിൻറ്റിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ അഭിമന്യു. അതായത് വില്ലുമുറിച്ച് കർണൻ ബാക്കിൽ പതിയിരുന്ന് വില്ലുമുറിച്ച്, 1-on-1 എന്ന് പറയുന്നില്ല കേട്ടോ, മുഖാമുഖമല്ല, ബാക്കിൽ പുറകിൽ കൂടെ വന്ന് വില്ലുമുറിച്ച് അഭിമന്യുവിനെ തോപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സാരഥിയെയും കുതിരകളെയും രഥവും എല്ലാം ആക്രമിച്ച് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആ രഥത്തിൽ നിന്ന് ചാടി അവിടെ കണ്ട ഒരു രഥചക്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള മഹാരഥന്മാരുമായിട്ട് യുദ്ധം ചെയ്യുവാൻ പോയ ഒരാളാണ് അഭിമന്യു. സോ ആ ഒരു പിക്ചറാണ് അഭിമന്യുവിൻ്റെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ കഥകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അഭിമന്യു ആ ഒരു രഥചക്രം എടുത്തിട്ട് മഹാരഥന്മാരുടെ ഇടയ്ക്ക് നിന്ന് ആ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് എൻ്റയർ ആ പിക്ചറിൽ കാണാം. കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഓൾഡ് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വ്യാസമഹാഭാരതത്തിൽ അർജുനൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്തുതികൾ പാടിയിരിക്കുന്നതും അതിൽ ടോപ്പ് നോച്ചായിട്ട് വന്ന യോദ്ധാക്കളിൽ നിശ്ചയമായിട്ടും ഒരാൾ തന്നെയാണ് അഭിമന്യു. ഏറ്റവും കൂടുതൽ അർജുനന് തന്നെയാണ്. അത് കഴിഞ്ഞ് വരുന്ന യോദ്ധാക്കളിൽ ടോപ്പിൽ തന്നെയാണ് അഭിമന്യു എന്ന് നിസ്സംശയം പറയാം. അതുകൂടാതെ തന്നെ കൗരവരിലെ മിക്ക ബ്രദേഴ്സ്, അതായത് ദുര്യോധനൻ്റെ ബ്രദേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും അഭിമന്യു ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ചിത്രസേനൻ അതുപോലെയുള്ള കുറേ കൗരവന്മാരെയും അഭിമന്യു ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അഡീഷണലി എത്ര മാസ് പ്രകടനമൊന്നും ഇല്ലെങ്കിലും ഒരാളുടെ മരണത്തിൽ വേറെ ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവർക്കൊരു വലിയ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇത്തരം ഒരു മരണം ഉത്സവമാക്കിയ യോദ്ധാവ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് അഭിമന്യുവിൻ്റെ മരണം ദുര്യോധനാദികളെല്ലാം ഒരു ഉത്സവം പോലെയാണ് കൊണ്ടാടിയത്. കാരണം അവർ യുദ്ധം ജയിച്ചു. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ഓൾമൈറ്റി ആയിട്ടുള്ള ഒരു വാരിയറിനെയാണ് ഇവർ തോൽപ്പിച്ചത്. 16 വയസ്സുള്ളതെന്ന് ഓർക്കണേ ചെക്കനെ, അതും 7 മഹാരഥികൾ ചേർന്ന്. അന്നത്തെ ദിവസം ദ്രോണർ ക്രിട്ടിക്കൽ എഡിഷനിൽ ഭയങ്കരമായിട്ട് മൈൻഡ് ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദ്രോണരും കർണനും കേട്ടോ. കർണൻ ഇങ്ങനെ ആടിയാണ് നിൽക്കുന്നത്. ഇവിടെ ഇല്ല അവിടെ ഇല്ല. ദുര്യോധന ഒരു സൈഡിൽ, ധർമ്മം ഒരു സൈഡിൽ, അങ്ങനെയാണ് കർണൻ നിൽക്കുന്നത്. കോൺഫ്ലിക്റ്റ് ആണ് ഫുള്ള് മൈൻഡിൻ്റെ അകത്ത് നമ്മുടെ കർണൻ്റെ. സോ അവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും 1-on-1 ഹാപ്പിയാണ്. കാരണം അഭിമന്യുവിൻ്റെ ഡെത്ത് അവിടെ ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ. അത് കഴിഞ്ഞ് വരുന്നൊരു ഉമാ സെൻട്രൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. ഏതായാലും ആ ഒരു ചെറുക്കൻ്റെ ബാലനായ അഭിമന്യുവിൻ്റെ മരണം കൊണ്ടാടിയതുപോലെ കൗരവർ വേറെ ആരുടെയും മരണം കൊണ്ടാടിയില്ല. ഒരുപക്ഷെ അശ്വത്ഥാമാവിൻ്റെ അറുങ്കൊലയായിരിക്കും ദുര്യോധനന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ വേറൊരു കൊലപാതകമെന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ തന്നെ വേറൊരു കാര്യമാണ് അഭിമന്യുവിനെ പറ്റി പറയുന്നത്, നമ്മുടെ ശകുനി. യെസ്, മഹാഭാരതത്തിലെ പ്രഥമനായിട്ടുള്ള ആൻറ്റഗോണിസ്റ്റിൻ്റെ ഉപദേശമായിട്ടുള്ള നമ്മുടെ ശകുനി മാമനാണ് സത്യം പറഞ്ഞാൽ 7 മഹാരഥന്മാരോട്, പ്രത്യേകിച്ചും ദ്രോണരോട് പറയുന്നത്. ശകുനി ദ്രോണാചാര്യ, ഇങ്ങനെ ഇവനെ വിട്ടാൽ പറ്റില്ല, ഇവനെ വില്ല് കയ്യിലുള്ളപ്പോൾ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഐഡിയ കൊടുക്കുന്നത് ശകുനി തന്നെയാണ്. വില്ലെങ്ങനെയും മുറിച്ച് കളയുക, അതായിരിക്കും ഉത്തമമായിട്ടുള്ള കാര്യം. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദ്രോണർക്ക് ഓൾറെഡി അറിയാം വില്ലും അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലോ ഇവനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. ബട്ട് ദ്രോണർക്ക് അറിയാം ഇവനൊരു 16 വയസ്സുള്ള പയ്യനാണ്. 1-on-1 ഇവരുടെ വില്ല് മുറിക്കാൻ പറ്റത്തില്ല. അത്രയും എന്നാ പറയുന്നത്, രക്തം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രായമല്ലേ. സോ പുള്ളിക്കാരനായിട്ട് അവിടെ അങ്ങനെ പറയാതെ നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ പാർഷ്യലി ഒരു സ്നേഹമുണ്ടല്ലോ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള അർജുനൻ്റെ മകനായിട്ടുള്ള അഭിമന്യുവിനോട്. സോ ആ ഒരു ഐഡിയ ജനറലൈസ് ചെയ്ത് എല്ലാ ആൾക്കാരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ശകുനി തന്നെയാണ്. അതുകൂടാതെ തന്നെ പലതവണ ദുര്യോധനനെ ശകുനി വിലക്കുന്നുണ്ട് അഭിമന്യുമായിട്ടുള്ള യുദ്ധത്തിന്. കാരണം ലക്ഷ്മണകുമാരനെ ഫ്രണ്ടിയിട്ടാണല്ലോ നമ്മുടെ അഭിമന്യു വധിച്ചത്. ആ ഒരു ടൈമിൽ ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് ദുര്യോധനൻ ഇങ്ങനെ ഇറങ്ങി പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ശകുനിയാണ് ദുര്യോധനെ പറഞ്ഞ് നിർത്ത്, ബാക്കിയുള്ളവരെ വിട്, മഹാരഥന്മാരെ വിട്, ദ്രോണരുണ്ട്, കർണനുണ്ട്, അവരെ പോയി യുദ്ധം ചെയ്യട്ടെ, നീ ഇവിടെ നിൽക്കുക എന്നുള്ളത്. കാരണം ആ ഒരു പേടി ശകുനിക്കുണ്ട്. അഭിമന്യു എന്ത് വേണമെങ്കിലും ചെയ്യാം. പുള്ളിക്കാരൻ ഏകദേശം ഫുള്ളി എക്സോസ്റ്റഡ് ആണ്, രഥചക്രം കൈവച്ചാണ്. ബട്ട് സ്റ്റിൽ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു അഭിമന്യുവിനെ. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചക്രവ്യൂഹം ഭേദിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. ഇതിൽ 7 ലെയേഴ്സ്
താണ്ടിയിട്ട് വേണം അതിൻ്റെ സെൻട്രൽ കോറിലെത്താൻ. സോ ഈ ഒരു 7 ലേയേഴ്സിലും സത്യം പറഞ്ഞാൽ ചുമ്മാ അർദ്ധരഥികളോ രഥികളോ ഒന്നും ആയിരുന്നില്ല. മഹാരഥന്മാരും മഹായോദ്ധാക്കളുമായിരുന്നു 7 ലെയറിലും ഉണ്ടായിരുന്നത്. ഇവരെല്ലാം സിംഗിൾ ഹാൻഡിലി ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് അഭിമന്യു മുന്നേറിയതെന്ന് ഓർക്കണം. അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ ചക്രവ്യൂഹത്തിനകത്ത് കയറിക്കഴിഞ്ഞ് അദ്ദേഹം യൂസ് ചെയ്ത വെപ്പൺസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം വില്ലായിരുന്നല്ലോ. ഈ വില്ല് കയ്യിലുള്ളപ്പം അദ്ദേഹത്തിനെ തോൽപ്പിക്കുക അസംഭവ്യമായിരുന്നു. സോ കർമ്മൻ പുറകിൽ നിന്ന് പോയി അഭിമന്യുവിൻ്റെ വില്ലൊടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഉടനെ കൈ കിട്ടിയ കത്തി എടുത്തു, സ്വാഡ് അല്ലെങ്കിൽ എന്നാ പറയുന്ന വാൾ വെച്ച് യുദ്ധം തുടങ്ങി. വാൾ എന്നിട്ട് മാറ്റി. കൃപാചാര്യരും അശ്വത്ഥാമാവും കൃതവർമാവും കൂടെ ചേർന്ന് വാളെടുത്ത് മാറ്റിയപ്പോൾ ഉടനെ അദ്ദേഹം ഗദ അങ്ങോട്ട് എടുത്തു. ഗദ എടുത്തിട്ടാണ് ബാക്കിയുള്ള മെയിൻ ആൾക്കാരെല്ലാം അടിച്ച് ചതച്ചിടുകയാണ്. അതായത് ഗദ മെയിൻസ് ആയിട്ടുള്ള അതായത് ഈ അടിച്ചിടുന്നവരെല്ലാം വലിയ ഗദാധാരികളാണ്. ആ ഒരു ഇമ്പാക്റ്റ്ഫുൾ ഉള്ള ടൈപ്പുള്ള വാരിയേഴ്സിനെയാണ് ഇവൻ ഗദയായിട്ട് നേരിടുന്നത്. ആ ഗദയിൽ കൂടെ പോയി കഴിഞ്ഞാണ് ചാരിറ്റ് വീൽ അല്ലെങ്കിൽ എന്നാ പറയുന്നത് രഥചക്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. ഈ ടൈമിലൊന്നും അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിന് ഒരു കുറവും കണ്ടിട്ടില്ല. എങ്ങനെയായിരുന്നു കയറിയത് അതേ അഗ്രസീവ്നെസ് അതേ രീതിയിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ആദ്യം ബില്ലും, അത് കഴിഞ്ഞ് വാളും, അത് കഴിഞ്ഞ് ഗദയും, അത് കഴിഞ്ഞ് രഥചക്രം പോയി കഴിഞ്ഞ് കയ്യിൽ കിട്ടിയത് എന്തും കീപ്സ് ഫൈറ്റിംഗ് വിത്ത് എനിത്തിങ് ഹി ക്യാൻ ഫൈൻഡ് അണ്ടിൽ ഹിസ് ലാസ്റ്റ് ബ്രെത്ത് എന്നാണ് കോട്ട് ചെയ്തിരിക്കുന്നത് ക്രിട്ടിക്കൽ എഡിഷനിൽ. ഈ ഒരു സമയത്ത് അശരീരിയായിട്ട് ദേവന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? സ്കന്ദനാണിപ്പോൾ യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ദേവനായിട്ടുള്ള കാർത്തികേയനാണ് തന്നെ ഫ്രണ്ടിൽ കണ്ടതുപോലെയാണ് അഭിമന്യു ഇപ്പോൾ യുദ്ധം ചെയ്യുന്നതെന്ന്. അത്ര പോരാട്ട വീര്യവും പോർവീര്യവുമായിരുന്നു അഭിമന്യുവിനുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ മാസ് പ്രകടനങ്ങൾ ആദ്യത്തെ ദിവസം തൊട്ട് 13ാമത്തെ ദിവസം വരെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഭീഷ്മരുടെ കൊടി മുറിച്ചു, കർണനെ 1-on-1 ബാറ്റിലിൽ ഡിഫീറ്റ് ചെയ്തു. അതുകൂടാതെ തന്നെ ബൃഹദ്ദലൻ കൗരവർ പക്ഷത്തെ മഹാരഥന്മാർ പേര് കേട്ട കുറേ മൾട്ടിപ്പിൾ എൻകൗണ്ടേഴ്സ് അഭിമന്യു നടത്തി. ചക്രവ്യൂഹം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വോളണ്ടിയർ ചെയ്തത് ആദ്യത്തെ ആൾ പാണ്ഡവ സൈഡിൽ നമ്മുടെ അഭിമന്യുവാണ്. ആദ്യത്തെ ആളെന്ന് പറയാനില്ല, അദ്ദേഹം മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തന്നെ പറയാം. കാരണം ഭീമൻ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ കാൺ ഡിഫീറ്റ് ചക്രവ്യൂഹം. 7 ലെയർ ഓഫ് ചക്രവ്യൂഹം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് നമ്മുടെ അഭിമന്യു. ലക്ഷ്മണകുമാരനെ 1-on-1 ബാറ്റിലിൽ കൊല്ലുന്നുണ്ട്. ടെറിഫൈസ് കൗരവാസ് എന്ന് തന്നെ പറയാം. മൾട്ടിപ്പിൾ ആർമി യൂണിറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാണ് അകത്ത് ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചതിനകത്ത് നമ്മുടെ അഭിമന്യു ചെയ്തത്. ധനുസ്, വാള്, ഗദ, രഥചക്രം കയ്യിൽ കിട്ടിയത് എന്തും ആയുധമാക്കി. മഹാരഥനായിട്ടുള്ള കർണനെ ചക്രവ്യൂഹത്തിന് അകത്തുപോലും മൾട്ടിപ്പിൾ ടൈംസ് മുറിവേൽപ്പിക്കുന്നുണ്ട്. ദുശാസനന്റെയും ദുര്യോധനന്റെയും ഉൾപ്പെടെ പല ഉപകൗരവന്മാരെയും വധിക്കുന്നതും അഭിമന്യു തന്നെയാണ്. സോ ഇത്രയുമൊക്കെ കാര്യങ്ങൾ കാണിച്ചതുകൊണ്ട് തന്നെയാണ് അഭിമന്യുവിൻ്റെ കീർത്തി വാനോളം പുകഴ്ത്തപ്പെടുമെന്ന് വാസുദേവൻ ശ്രീകൃഷ്ണസ്വാമി തന്നെ പറഞ്ഞത്. സോ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കഥയുണ്ട്. അത് മിക്ക ആൾക്കാർക്കും അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം നമുക്കറിയാലോ, ഭീമസേനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭീമസേനൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ പവർ ലെവൽസ് ഒന്നും ഫുൾ പൊട്ടൻഷ്യൽ ഒന്നും മഹാഭാരതത്തിൽ കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രത്തോളം സ്ട്രോങ് ആൻഡ് പവർഫുൾ ആണ് അദ്ദേഹം. അദ്ദേഹത്തെ എങ്ങനെ തടഞ്ഞു നിർത്തി എന്നുള്ളൊരു ചോദ്യം വരും. ആ ഒരു ടൈമിലാണ് നമ്മുടെ ജയദ്രഥൻ്റെ ആ ഒരു ബാക്ക് സ്റ്റോറി. അതായത് കൗരവരുടെ ഏറ്റവും ഇളയ സഹോദരിയായിട്ടുള്ള ദുഷള്ള ഉണ്ടായിരുന്നല്ലോ, ദുഷള്ളയുടെ പതിയാണ് നമ്മുടെ ജയദ്രഥൻ. ഈ ജയദ്രഥൻ സത്യം പറഞ്ഞാൽ വനത്തിൽ പോയി തപസ് ചെയ്ത് ശിവശങ്കരനോട് ഒരു വരദാനം ആവശ്യപ്പെടുന്നുണ്ട്, പാണ്ഡവരെ തോൽപ്പിക്കണമെന്ന്. ബട്ട് നരനാരായണന്മാരായിട്ടാണല്ലോ നമ്മുടെ കൃഷ്ണനെയും അർജുനനെയും കാണിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നുണ്ട്, നീ അർജുൻ്റെ കാര്യം നോക്കുക പോലും വേണ്ട, ബാക്കിയുള്ള 4 പാണ്ഡവരെയും നിനക്ക് ഒരു ദിവസത്തേക്ക് തടഞ്ഞു നിർത്തുവാനാവുമെന്ന്. സോ ഈ ഒരു വരത്തിൻ്റെ ബലത്തിലാണ് ഭീമസേനൻ്റെ നേരെ നമ്മുടെ ജയദ്രഥൻ പോയത്. ഇല്ലേൽ അറിയാലോ, രായ്ക്ക് രാമായണം എടുത്ത് എല്ലാത്തിനെയും കൂടെ അലക്കി വാരി എറിഞ്ഞാണ് നമ്മുടെ ഭീമസേനൻ ഒറ്റയ്ക്ക്. സോ ആ ഒരു വരബലത്തിലാണ് ബാക്കിയുള്ള പാണ്ഡവ യോദ്ധാക്കളെ എല്ലാം സസ്റ്റെയിൻ ചെയ്ത് നിർത്തി, അല്ലെങ്കിൽ സപ്രസ്ഡ് ആക്കി നിർത്തി അഭിമന്യുവിനെ മാത്രം. ഇതിൽ നമ്മുടെ ദ്രുപദനും ഉണ്ട് കേട്ടോ. ദ്രുപദൻ പഞ്ചപാണ്ഡവന്മാരല്ല, കാരണം കൃഷ്ണനും അർജുനനും വേറെ ഒരു സൈഡിലാണ്. ബാക്കിയുള്ള 4 പാണ്ഡവന്മാരും ഉപപാണ്ഡവരും നമ്മുടെ ദ്രുപദനെ എല്ലാം തന്നെ റിസ്ട്രെയിൻ ചെയ്ത് നിർത്തിക്കൊണ്ട് ജയദ്രഥനെ കാണിക്കുന്നത്. സോ ഈ ഒരു കാലയളവിലാണ് നമ്മുടെ അഭിമന്യു അതിൻ്റെ ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുകയും ബാക്കിയുള്ള മാസ് പ്രകടനങ്ങളെല്ലാം കാണിക്കുകയും ചെയ്യുന്നത്. പിന്നീട് നമുക്കറിയാം,
ചക്രവ്യൂഹത്തിനുള്ളിൽ കിടന്ന് മരിച്ച അല്ലെങ്കിൽ ദാരുണമായി കൊല്ലപ്പെട്ട നമ്മുടെ അഭിമന്യുവിന് റിവെഞ്ചുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനൻ വരുന്ന ഒരു വരവുണ്ട് പിറ്റേ ദിവസം. കൗരവരുടെ 7 അക്ഷോണിപ്പടയാണ് പിറ്റേ ദിവസം ഇല്ലാതായത്, ഭസ്മമായി പോയതെന്ന് തന്നെ പറയാം, ധൂളിക്ക് സമമായി പോയെന്ന് തന്നെ പറയാം. കർണം പോലും ഭയപ്പെട്ടു അർജുനന്റെ രൗദ്രഭാവം കണ്ടപ്പോൾ. തൻ്റെ മകനെ രക്ഷിക്കുന്നതിൽ ഒരു തടസ്സമായി നിന്ന ജയദ്രഥനെ പിറ്റേ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊന്നില്ല എങ്കിൽ താൻ തന്നെ ആത്മാഹൂതി ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത അത്രയും അഗ്രസീവ് ആൻഡ് ആംഗ്രി ഫോമിലിരിക്കുന്ന അർജുനനെ പിന്നെ കണ്ടിട്ടില്ല. സോ അർജുനൻ്റെ ഫുൾ പൊട്ടൻഷ്യലും എടുത്തിട്ടില്ല കേട്ടോ. അറ്റ് ഇറ്റ്സ് ടൈമിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 80% കാരണം കൃഷ്ണനുണ്ട്, ഗീതോപദേശം കൊടുത്തു, സൈക്കോളജിക്കലി നല്ല ബെനിഫിറ്റാണ് യുദ്ധത്തിന് മുമ്പ് നമ്മുടെ അർജുനന് കിട്ടിയിരിക്കുന്നത്. ഗീതോപദേശം കൊടുത്തപ്പോൾ തൊട്ട് സൈക്കോളജിക്കലായിട്ട് അർജുനൻ ഇപ്പോൾ ഹൈ ആണ് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ. സോ ആ ഒരു ടൈമിൽ പോലും യുദ്ധത്തിൽ സ്ഥിരത കാണിച്ചുകൊണ്ടിരുന്ന അർജുനൻ്റെ ആ ഒരു സ്ഥിരതയെ വെല്ലുമുറിച്ചാണ് അർജുനൻ പിറ്റേ ദിവസം യുദ്ധം ചെയ്തത്. അതൊരു വേറെ ഒരു ലെവൽ കഥ തന്നെയാണ്, അത് നമുക്ക് അടുത്ത ദിവസം പറയാം. സോ ഇത്രയുമൊക്കെയാണ് ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനൻ്റെ പുത്രനായിട്ടുള്ള സൗഭദ്രാപുത്രനായിട്ടുള്ള അഭിമന്യു എന്ന വീരയോദ്ധാവിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻലി സ്തുതിവചനങ്ങൾ, റിയാക്ഷൻസ് അല്ലെങ്കിൽ ശസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യമൊക്കെയാണ് കൂടുതലും പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അഭിമന്യുവിനെ പറ്റി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.